ഹലോ, നേരാസ് നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ആണ്. മൂന്നാമത്തെ SAT ചാപ്റ്റർ എടുക്കാൻ വേണ്ടി പോവാണ്, ഇന്ത്യൻ ജോഗ്രഫിയുടെ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഒന്നാമതായിട്ട് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളതിൽ പർവ്വത മേഖലയെ പറ്റി പഠിച്ചു കഴിഞ്ഞു. സമതലത്തെ പറ്റി രണ്ടാമതായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭൂപ്രകൃതിയാണ് എന്ത്, പീഠഭൂമിയെ പറ്റിയിട്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത് മൂന്നാമത്തെ ഭൂപ്രകൃതിയായിട്ടുള്ള നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയിട്ട് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ് തുടർന്ന് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇതുവരെ ചെയ്തതെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എടാ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ നമ്മൾ പർവ്വതത്തെ പറ്റി പഠിച്ചു. അതിനുശേഷം അതിന്റെ തെക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന സമതലത്തെ പറ്റി പഠിച്ചു. അപ്പോൾ നമ്മുടെ ഇനി പീഠഭൂമിയാണ് നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പീഠഭൂമിയുടെ വടക്കതിരായിട്ട് ആര് വരും? നമ്മുടെ സമതലം വരും. ഏത് സമതലം? ഉത്തരേന്ത്യൻ സമതലം വരും. അപ്പോ സമതലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ പീഠഭൂമി പറയുമ്പോൾ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്നാണല്ലേ എടുത്തു പറയുന്നത്. എടാ, എന്തുകൊണ്ടാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്? എന്താണ് ഉപദ്വീപ് എന്ന് പറയുന്നത്? ദ്വീപ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെ, ഇത് വാട്ടർ ആണെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കരഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഉപദ്വീപ്? ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്? അറബിക്കടലുണ്ട്. ഇവിടെ ആരുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അപ്പൊ ഇവിടെ ആരുണ്ട്? ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്, ഈ ഭാഗത്ത് ഏതെങ്കിലും കടലോ വെള്ളമോ എന്തെങ്കിലും ഉണ്ടോന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഉപദ്വീപ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? എന്താണ് ദ്വീപ്? ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുഴുവൻ എല്ലാ വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ് ദ്വീപ്. എന്നാൽ ഉപദ്വീപ് എന്താണ്? 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കാണുന്ന നമ്മുടെ ഭൂപ്രകൃതിയായിട്ടുള്ള പീഠഭൂമിയെ നമ്മൾ എന്ത് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താകൃതിയാണ്? ത്രികോണാകൃതി അല്ലേ? ഏകദേശം ഒരു ത്രികോണാകൃതിയായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ ഭൂപ്രകൃതി ഉപദ്വീപീയ പീഠഭൂമി കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? നമ്മുടെ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പറയടാ, പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? നമ്മുടെ പശ്ചിമഘട്ടമാണ് അല്ലെ? പശ്ചിമഘട്ട മലനിരകളാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പോ കിഴക്ക് ഭാഗത്ത് ആരാണ്? ഈസ്റ്റേൺ ഗട്ട്സ്. ക്ലിയർ? അപ്പോ വടക്ക് ഭാഗം അഥവാ സമതലത്തിന് തെക്ക് ഭാഗത്തായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമതലവും, സമതലത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് വെസ്റ്റേൺ ഗട്ട്സ്. കിഴക്ക് ഭാഗത്താണ് ആരുള്ളത്? ഈസ്റ്റേൺ ഗട്ട്സ് അഥവാ പൂർവഘട്ടം, പശ്ചിമഘട്ടം. അതും നമുക്ക് ക്ലിയർ ആയി. ഇനി ഇതിന്റെ വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മൾ പറയുന്നത്. ടോട്ടല് 16 ലക്ഷം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലുതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് മരുഭൂമിയും അതുപോലെ തീരപ്രദേശവുമാണ്. ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലായി അതിൽ നിന്നെല്ലാം തീരപ്രദേശമൊക്കെ ഇത്രേ വരുന്നുള്ളൂ. അതുപോലെ ഇനി മരുഭൂമി ആണെങ്കിൽ നമ്മുടെ താർ ഡെസേർട്ട് ആ ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയില് ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? പീഠഭൂമി ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തിനാൽ നിർമ്മിതമാണ് ഈ പീഠഭൂമി എന്ന് പറയുന്നത്? നമ്മുടെ ലാവ ഒഴുകി പരന്നുണ്ടായ പ്രദേശമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് എന്താണ്?
ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മുടെ പീഠഭൂമിയെ കരുതപ്പെടുന്നത്. ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി കരുതി വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്താണ് ഉപദ്വീപ് എന്ന് പഠിച്ചു. അതിനുശേഷം ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ പഠിച്ചു. എവിടെ നിന്നാണ്? വടക്കാറുണ്ട് സമതലം, നമ്മുടെ ഉത്തരേന്ത്യൻ സമതലുണ്ട്, പടിഞ്ഞാറ് വെസ്റ്റേൺ ഗട്ട്സ്, കിഴക്ക് ഈസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം പൂർവഘട്ടം. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ച സമയത്ത് നമുക്കറിയായിരുന്നു അവിടെയുള്ള നദികൾ എന്തുണ്ടാക്കുന്നുണ്ട്? ആഴമേറിയ അല്ലെങ്കിൽ ചെങ്കുത്തായ താഴ്വരകൾ ഉണ്ടാക്കുന്നു എന്നാണല്ലേ നമ്മൾ പഠിച്ചത്. ഗോർജസ് ഒക്കെ നമ്മൾ പഠിച്ചത് അവിടെയാണ്. എന്തുകൊണ്ടാ? ഹിമാലയൻ നദികളുടെ ഒഴുക്കും വേഗതയും ഒക്കെ എന്താണ്? അതിലുള്ള ജലത്തിന്റെ അളവൊക്കെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന താഴ്വരകളും എങ്ങനെയായിരിക്കും? ആഴമേറിയ ചെങ്കുത്തായ താഴ്വരകളായിരിക്കും. പക്ഷെ നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയിലെ റിവേഴ്സ് കാലികമായി മാത്രം അല്ലെ, മഴയെ ആശ്രയിച്ചിട്ടാണ് അതിന് വെള്ളമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് ഇതിന് എന്ത് കുറവാണ്? ഒഴുക്കും വേഗതയും എല്ലാം കുറവാണ്, ജലത്തിന്റെ അളവും എല്ലാം കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏത് ടൈപ്പ് താഴ്വരകളായിരിക്കും ഉണ്ടാക്കുക? ആഴം കുറഞ്ഞ താഴ്വരകളാണ് ഉണ്ടാക്കുന്നത്. അതും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ അതിന്റെ ഷേപ്പ് പറഞ്ഞു, ത്രികോണ ആകൃതിയാണ്. എന്താ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഷേപ്പ് ത്രികോണ ആകൃതിയാണ്. രണ്ടാമത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഇൻട്രോ പോലെ പറഞ്ഞിരിക്കുന്നായിരുന്നു എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരമേറിയതും, അതായത് സമതലം പോലെ തന്നെയാണ് ടേബിൾ ടോപ്പോഗ്രഫി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ചിട്ട് ഉയരമേറിയതും എന്നാൽ നിരപ്പായതുമായ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ തീരപ്രദേശങ്ങളാണ്. അപ്പൊ അതേ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ സമതലവുമാണ്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ എന്തുണ്ട്? ഹൈറ്റ് വേണം. അതായത് ആ മറ്റു പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഉയരവും വേണം, എന്നാൽ സമതലവുമായിട്ട് നിരപ്പായിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിൾ ടോപ്പോഗ്രഫി ആണ് പീഠഭൂമി. ഒരു ഉയർന്ന പ്രദേശം തന്നെയാണ്. പക്ഷെ ഏത് റേഞ്ചില്? നമ്മൾ പർവ്വതം പഠിച്ചപ്പോൾ 900 മീറ്ററിന് മുകളിലേക്കുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർവ്വതമായിട്ട് കൺസിഡർ ചെയ്തത്. എത്ര മീറ്റർ ഉയരത്തില്? 900 മീറ്റർ ഉയരത്തിലുള്ളതിന് നമ്മൾ പർവ്വതമായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും 900 മീറ്ററിന് മുകളിലേക്കല്ല. ഇനി നമുക്ക് എടുക്കേണ്ട റേഞ്ച് എന്ന് പറയുന്നത് 600 മുതൽ 900 മീറ്റർ വരെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പീഠഭൂമിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. 600 മുതൽ 900 മീറ്റർ വരെ ഹൈറ്റിലാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്? പീഠഭൂമിയെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ കാണുന്ന താഴ്വര എങ്ങനെയാണ്? ആഴം കുറഞ്ഞ താഴ്വരയാണ്. ആഴം കുറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന ഈ താഴ്വര ഉണ്ടാക്കുന്ന ആളാരായിരിക്കും? റിവേഴ്സ് ആണ്. അപ്പൊ ഇവിടെയുള്ള പീഠഭൂമിയിലുള്ള റിവേഴ്സിന് നമ്മുടെ ഹിമാലയൻ നദീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എന്തില്ല? ജലം ഉൾക്കൊള്ളുന്ന അതും കുറവാണ്. അതുപോലെ തന്നെ വേഗത എല്ലാം ഒഴുക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ഹിമാലയൻ നദികൾ അവിടെ ചെങ്കുത്തായ താഴ്വരകൾ ഉണ്ടാക്കിയപ്പോൾ, ഗിരികന്ധരങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇവരുണ്ടാക്കുന്നത് ആഴം കുറഞ്ഞ താഴ്വര ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലാവ ഒഴുകി പരന്നുണ്ടായ ഭൂരൂപമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾഡസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭൂവിഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മുടെ ഉപദ്വീപ പീഠഭൂമിയെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് നമ്മുടെ ലോകത്തിലെ തന്നെ നമ്മുടെ ഇത് മാത്രമല്ല, നമ്മുടെ സ്ഥാനത്തിന്റെ ഒരു പീഠഭൂമി എന്ന് പറയുന്നത് SRT പ്രകാരം സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പീഠഭൂമിയെ
ഒരു 3 ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇന്റർമൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഒന്ന് ഇന്റർമൗണ്ടെയിൻ, അതായത് പർവ്വതങ്ങൾക്കിടയിലാണ്. ഇന്റർ ആണ് അല്ലെ, ഇന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ഇന്റർമീഡിയറ്ററി. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇന്റർമൗണ്ടെയിൻ. അപ്പൊ നമുക്ക് ആ വാക്കിൽ നിന്നും പർവ്വതങ്ങളുടെ ഇടയിലാണ്. അപ്പൊ ഇങ്ങനെ 2 പർവ്വതം നിൽക്കുകയാണെങ്കിൽ അതിനിടയിൽ കാണുന്ന ഒരു ടോപ്പോഗ്രഫി, എന്താ, പീഠഭൂമിയാണ് നമുക്ക് ഇന്റർമൗണ്ടെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 പർവ്വതങ്ങൾക്കിടയിൽ ടിബറ്റൻ പീഠഭൂമി ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മള് പീഠഭൂമി നിൽക്കുന്ന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പീഠഭൂമിയെ SRT പ്രകാരം 3 തിരിക്കുന്നു. ഏതൊക്കെയാണ്? 1 ഇന്റർമൗണ്ടെയിൻ, 2 പീഡ്മൗണ്ട്, 3 കോണ്ടിനെന്റൽ. ഇന്റർമൗണ്ടെയിൻ, പീഡ്മൗണ്ട്, കോണ്ടിനെന്റൽ. എടാ ഇന്റർമൗണ്ടെയിൻ 2 മൗണ്ടെയിൻ അല്ലെ, മൗണ്ടന്റെ ഇടയിലായിട്ടാണ്. അപ്പൊ പർവ്വതങ്ങൾക്ക് ഇടയിലായി കാണുന്നതാണ് ഇന്റർമൗണ്ടെയിൻ. ക്ലിയർ? അടുത്ത പീഡ്മൗണ്ടെയിൻ. അപ്പൊ പീഠം എന്ന് പറഞ്ഞാൽ നമുക്ക് പീഠം നോക്കാം. അപ്പൊ എന്താടാ പീഠം? ഒരു പർവ്വതം നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടിഭാഗത്തായിട്ട് ഫോം ചെയ്യുന്നതാണ് പീഡ്മൗണ്ട്. അപ്പോ പീഡ്മൗണ്ട് എന്താണ്? ഒരു പർവ്വതം നിൽക്കുന്നു, അതിന്റെ അടിഭാഗത്ത് ഫോം ചെയ്യുന്ന പീഠഭൂമിയാണ്. പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ ഫോം ചെയ്യുന്ന പീഠഭൂമിയാണ് പീഡ്മൗണ്ട് പീഠഭൂമി എന്ന് നമ്മൾ പറഞ്ഞത്. 3-മത്തെയാണ് കോണ്ടിനെന്റൽ അഥവാ വൻകര പീഠഭൂമി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വയനാടൊക്കെ പറയാം. അപ്പോൾ കോണ്ടിനെന്റൽ പീഠഭൂമി, പീഡ്മൗണ്ട്, ഇന്റർമൗണ്ടെയിൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് നിലനിൽക്കുന്ന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതും ക്ലിയർ ആയി. പിന്നെ നമ്മൾ പറഞ്ഞു 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ അതിന്റെ അതിരുകൾ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗട്ട്സ്, കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വടക്ക് ഭാഗത്ത് സമതലം അഥവാ സമതലത്തിന് തെക്ക് ഭാഗത്തായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നു? നമ്മുടെ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി നമുക്ക് നമ്മുടെ പീഠഭൂമിയെ 2 തിരിക്കുന്നത്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി തന്നെ ഡെക്കാൻ പീഠഭൂമി എന്നും അതുപോലെ മധ്യ ഉന്നത തടം എന്നും നമ്മൾ 2 തിരിക്കുന്നു. ശരിക്കും മേഘാലയ പീഠഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ടുണ്ട്, അതൊരു ക്ലാസിഫിക്കേഷനിൽ വരും. പക്ഷെ നമുക്ക് SRT പ്രകാരം, SRT ചാപ്റ്റർ പ്രകാരം നമ്മൾ പീഠഭൂമി, ഇന്ത്യയിൽ കാണുന്ന പീഠഭൂമി നമ്മൾ 2 ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയാടാ? 1 ഡെക്കാൻ പീഠഭൂമി, 2-മത്തെയാണ് എന്താ? മധ്യ ഉന്നത തടം. 1 ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടം. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സിന് ഇടയിൽ, അതുപോലെ വിന്ധ്യ, സത്പുര, മഹാദിയോ കുന്നുകൾക്കും ഇടയിലായിട്ട് അതിർത്തി നിലകൊള്ളുന്നു. അപ്പൊ പടിഞ്ഞാറ് വെസ്റ്റേൺ ഗട്ട്സ്, കിഴക്ക് ഈസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ നമ്മുടെ വടക്ക് ഭാഗത്തായിട്ട് വിന്ധ്യ, സത്പുര, മഹാദിയോ കുന്നുകളാണ് ഒരു അതിർത്തി കൊടുക്കുന്നത്. ഇനി മധ്യ ഉന്നത തടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പടിഞ്ഞാറ് ആര് വരും? നമ്മുടെ ആരവല്ലി വരും. കിഴക്ക് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് രാജ്മഹൽ കുന്നുകളൊക്കെ എടുക്കാം. അപ്പോൾ മധ്യ ഉന്നത തടം. എന്നാൽ ടോട്ടൽ നമ്മുടെ പീഠഭൂമിയുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരവല്ലിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ആരവല്ലി, കൈമൂർ കുന്നുകൾ, രാജ്മഹൽ, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ ജസ്റ്റ് ഒരു ബേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. എന്താണ് നമ്മുടെ പീഠഭൂമി? അതിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരം കൂടിയിട്ടുള്ളതും എന്നാൽ നിരപ്പായതുമായ പ്രദേശങ്ങളെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂഭാഗമാണ് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് അല്ലെ. അങ്ങനെ കൺസിഡർ. ഉപദ്വീപ് എന്ന് പറയുന്നത് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രകൃതി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അറബിക്കടല്, ബേ ഓഫ് ബംഗാള്, അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ, ഇങ്ങനെ 3 വശവും വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമി. എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ? 16. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഭൂപ്രകൃതിയിൽ ഏറ്റവും വലുതാണ് ആര്? നമ്മുടെ പീഠഭൂമി എന്ന് പറയുന്നത്. അതിന്റെ അതിർത്തികള് വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ ഉത്തര മഹാസമുദ്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 2 മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ തിരിക്കുന്നത്, ഡെക്കാൻ എന്നും മധ്യ ഉന്നത തടം എന്നും. അതില് മധ്യ ഉന്നത തടത്തിന് എഗെയിൻ മാൽവ പീഠഭൂമി എന്നും
ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ നമുക്കിത് ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കാം. താങ്ക് യു.